വചനം 241. വലിൽ മുത്തല്ലഖാത്തി, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കുണ്ട് മതാഉൻ, വല്ല വിഭവവും, ഒരു വിഭവം നൽകൽ, മുത്അത്ത്, ബിൽ മഅറൂഫി, ആചാരം അനുസരിച്ച്, മര്യാദ അനുസരിച്ച്, ഹഖ്ഖൻ, ഒരു കടമ, വേണ്ടപ്പെട്ടത്, അലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ. وللمطلقات متاع بالمعروف حقا على المتقين. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് ആചാരമര്യാദയനുസരിച്ച് വല്ല വിഭവവും ലഭിക്കേണ്ടതുണ്ട്. അതെ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ ഒരു കടമ. വചനം 241 വിശദീകരണം. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെല്ലാം സദാചാരമര്യാദയനുസരിച്ച് വല്ല വിഭവവും അഥവാ മുത്അത്ത് നൽകേണ്ടതുണ്ടെന്നും അത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ കടമയാണെന്നും ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു. സംയോഗം നടക്കുകയും മഹർ നിർണയിക്കപ്പെടുകയും ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾ വിവാഹമോചനം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് മുത്അത്ത് നൽകൽ നിർബന്ധമാണെന്ന് 236 വചനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. സംയോഗം നടന്നിട്ടില്ലാതിരിക്കുകയും മഹർ നിർണയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവർക്ക് മഹറിൻ്റെ പകുതി കൊടുത്താൽ മതി, മുത്അത്ത് നൽകൽ നിർബന്ധമില്ല എന്ന് 237 വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് വിവാഹമോചനം നൽകപ്പെട്ട സ്ത്രീകൾക്ക് വല്ല വിഭവവും അഥവാ മുത്അത്ത് നൽകണമെന്നും അത് സൂക്ഷ്മതയുള്ളവരുടെ മേൽ കടമയാണെന്നും ഈ വചനത്തിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം വിവരിക്കുന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. 1. സംയോഗം നടന്നവരെന്നോ നടക്കാത്തവരെന്നോ മഹർ നിശ്ചയിക്കപ്പെട്ടവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസം കൂടാതെ വിവാഹമോചനം ചെയ്യപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും മുത്അത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. 2. സംയോഗം നടന്നിട്ടില്ലാത്തവരെപ്പറ്റി മുമ്പ് പ്രസ്താവിക്കപ്പെട്ടിരിക്കൊണ്ട് സംയോഗം നടന്നിട്ടുള്ളവർ മാത്രമാണ് ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. 3. നിർബന്ധമായതും അല്ലാത്തത് അഥവാ ഐച്ഛികമായതുമായ 2 തരം മുത്അത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വചനം. അതായത് സംയോഗവും മഹർ നിർണയവും ഉണ്ടായിട്ടില്ലാത്തവർക്ക് നിർബന്ധമായും നൽകേണ്ടുന്ന മുത്അത്തും മറ്റുള്ളവർക്ക് നിർബന്ധമല്ലാത്ത വിധം ഐച്ഛികമായി നൽകേണ്ടുന്ന മുത്അത്തും ഉൾപ്പെടുന്ന ഒരു പൊതുവിധിയാണിത്. ഇതനുസരിച്ച് ഹക്കൻ അഥവാ കടമ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വേണ്ടപ്പെട്ട ഒരു കാര്യം എന്നായിരിക്കും. ഇതാണ് ആ അഭിപ്രായങ്ങളുടെ ചുരുക്കം. കൂടാതെ ഇവിടെ മത്താഅൻ, വിഭവം നൽകണം എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷ മേൽ പ്രസ്താവിച്ച തരത്തിലുള്ള മുത്അത്തല്ലെന്നും ഇദ്ദയിലിരിക്കുമ്പോൾ നൽകപ്പെടേണ്ടുന്ന ചെലവുകളാണ് വിവക്ഷയെന്നും വേറെയും അഭിപ്രായമുണ്ട്. കുറിപ്പ്: 241 വചനത്തിൽ പറഞ്ഞ മത്താ എന്ന പദത്തിന് ഇതപര്യന്തം മുഫസ്സിറുകൾ നൽകിയ വിശദീകരണമാണ് നാം ഇവിടെ കണ്ടത്. വിവാഹമോചനം മൂലം സ്ത്രീക്കേൽക്കുന്ന മാനസികാഘാതം ലഘൂകരിക്കുന്നതിനു പകരത്തക്ക വിധം പുരുഷൻ നൽകേണ്ടുന്ന ഒരു പാരിതോഷികമെന്നേ മത്താ എന്നതിന് ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും അർത്ഥം കൽപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ വിവാഹമോചിതരായ എല്ലാ സ്ത്രീകൾക്കും അത് നൽകൽ നിർബന്ധമുണ്ടോ ഇല്ലേ എന്നതിൽ മാത്രമാണ് അവർ തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ളത്. ചുരുക്കം ചില വ്യാഖ്യാതാക്കൾ ഇദ്ദാകാലത്ത് പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടുന്ന ജീവനാംശമാണ് ഈ വചനത്തിൽ മത്താ കൊണ്ടുദ്ദേശമെന്നും അല്ലാതെ മറ്റെന്തെങ്കിലും പാരിതോഷികം നൽകൽ നിർബന്ധമല്ലെന്നും പറയുന്നു. ഈ വ്യാഖ്യാനത്തിലെ ജീവനാംശമെന്നതിനെ പൊക്കിക്കാട്ടി അത് ഇദ്ദാകാലത്തിൽ പരിമിതമാണെന്ന വസ്തുത സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് സ്ത്രീ പുനർവിവാഹിതയാവുന്നതുവരെയോ മരിക്കുന്നതുവരെയോ ജീവനാംശം നൽകൽ അധ്യായം 2 വചനം 241 ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ചില തൽപരകക്ഷികൾ ഈയിടെയായി തട്ടിവിടാറുണ്ട്. സത്യത്തിൽ അധ്യായം 2 വചനം 241 വ്യാഖ്യാനമായി ഒരൊറ്റ ഖുർആൻ വ്യാഖ്യാതാവും അങ്ങനെ പറഞ്ഞതായി അറിയില്ല. ഇപ്പോൾ ആ വിധത്തിൽ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നവർ പോലും നേരത്തെ പ്രസിദ്ധീകരിച്ച സ്വന്തം ഖുർആൻ വ്യാഖ്യാനത്തിൽ മത്താ എന്നതിന് മരണം വരെയോ പുനർവിവാഹം വരെയോ ഉള്ള ജീവനാംശമെന്ന് വ്യാഖ്യാനിച്ചില്ലെന്നത് ശ്രദ്ധേയമാണ്. ഈ നൂതന വ്യാഖ്യാനത്തിൻ്റെ സാഹചര്യവും പ്രചോദനവും ഇവിടെ പ്രസക്തമാണ്. ജാതിമത ഭേദമന്യേ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാധകമായ പൊതു സിവിൽ കോഡ് ഉണ്ടാവണമെന്ന് പലരും ആഗ്രഹിക്കുന്നു. ദുരുദ്ദേശമില്ലാത്ത അപൂർവം ചിലരക്കൂട്ടത്തിലുണ്ടെങ്കിലും സാർവത്രികമായ ഹൈന്ദവവൽകൃത സംസ്കാരമാണ് അധിക പേരുടെയും മനസ്സിലിരുപ്പ് തുറന്നടിക്കുന്നവരും കുറവല്ല. ഈ നീക്കത്തിൽ പ്രധാന പ്രതികൂലികൾ മുസ്ലിങ്ങളാണെന്നത് എല്ലാവർക്കും അറിയാം. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ കുടുംബസംബന്ധമായ കാര്യങ്ങൾ ശരീഅത്ത് അഥവാ ദൈവദത്തമായ ഒരു നിയമസംഹിതയനുസരിച്ച്
നിർവഹിക്കാൻ മുസ്ലിങ്ങൾ മതപരമായി ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ പോലും മുസ്ലിങ്ങൾക്ക് പ്രത്യേക വ്യക്തി നിയമം അനുവദിച്ചതും. 1973 ക്രിമിനൽ നടപടിക്രമത്തിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന നിയമത്തിലെ ഭാര്യയുടെ നിർവചനത്തിൽ വിവാഹമോചനം നേടുകയോ വിവാഹമോചനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ട് പുനർവിവാഹം ചെയ്യപ്പെടാത്ത സ്ത്രീ എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധമായി പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിൽ മുസ്ലിം മെമ്പർമാർ ഭേദഗതിയെ ശക്തിയായി എതിർക്കുകയും തൽഫലമായി മുസ്ലിങ്ങളെ ഭേദഗതിയുടെ വരുതിയിൽ നിന്നൊഴിവാക്കാനുള്ള ഭേദഗതി വരുത്തുകയും ചെയ്തു. അങ്ങനെ വിവാഹമുക്തയായ സ്ത്രീക്ക് പുനർവിവാഹം വരെ അല്ലെങ്കിൽ മരണം വരെ മുൻ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വാസ്തവത്തിൽ ഒഴിവായിരുന്നുവെങ്കിലും ചില ജഡ്ജിമാർ മുസ്ലിങ്ങൾക്കും പ്രസ്തുത നിയമം ബാധകമാക്കിക്കൊണ്ട് വിധിക്കുകയുണ്ടായി. ഇൻഡോറിലെ ഷാബാനു ബീഗത്തിന് മുൻ ഭർത്താവ് അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ചെലവിന് കൊടുക്കണമെന്ന് മധ്യപ്രദേശിലെ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ചു. ഇതിനെതിരിൽ ഖാൻ സുപ്രീം കോടതിയിൽ പോയി. ചീഫ് ജസ്റ്റിസ് അടക്കം 5 ജഡ്ജിമാരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് ഖാനെതിരെ വിധിയെഴുതി. ദേശീയോത്ഗ്രഥനത്തിന് ഏക സിവിൽ കോഡിൻ്റെ ആവശ്യകത വിധിയിൽ ഊന്നിപ്പറഞ്ഞു. ഖുർആൻ അദ്ധ്യായം 2 വചനം 241 കൽപ്പിച്ച മത്താവ് കൊണ്ടുദ്ദേശ്യം വിവാഹമോചിതക്ക് മരണം വരെ അല്ലെങ്കിൽ പുനർവിവാഹം വരെ ചെലവിന് കൊടുക്കുകയാണെന്നും പ്രസ്താവിച്ചു. യൂസുഫ് അലി തൻ്റെ ഖുർആൻ പരിഭാഷയിൽ ഇവിടെ മത്തായിന് മെയിൻ്റനൻസ് അഥവാ ജീവനാംശം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളതെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു. മുൻ മുഫസ്സിറുകളിൽ ചിലർ വ്യാഖ്യാനിച്ച പോലെ ഇദ്ദാകാലത്തിലെ ജീവനാംശത്തിലുപരി ആജീവനാന്ത ജീവനാംശമാണ് യൂസുഫ് അലി ഉദ്ദേശിച്ചതെന്ന് പറയുവാൻ യാതൊരു ന്യായവും കാണുന്നില്ല. ഈ വിധിക്കെതിരെ ദീനീ താൽപ്പര്യമുള്ള മുസ്ലിം സംഘടനകളും നേതാക്കളും യോജിച്ച് ശബ്ദമുയർത്തി. ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് സമാധാനപൂർവമായ സമരമുറകൾ കൈക്കൊണ്ടു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങൾ ലക്ഷ്യം നേടി. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പാർലമെൻറ്റ് പ്രത്യേകം നിയമം പാസാക്കി. ഈ ഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിരോധികൾ ശരീഅത്തിനെ പഴഞ്ചൻ കാട്ടാള നിയമമായി നാടുനീളെ അപലപിച്ചു നടന്നു. വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് വേണ്ടി അവർ മുതലക്കണ്ണീർ വാർത്തു. ഇതെല്ലാമായപ്പോൾ ഇസ്ലാം പഴഞ്ചനായി പോകരുതല്ലോ, ആധുനിക കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നതാവണമല്ലോ എന്നതിൽ തൽപരരായ ചിലർ സുപ്രീം കോടതിയുടെ ചുവട് പിടിച്ച് അദ്ധ്യായം 2 വചനം 241 മത്തായിന് നൂതന വ്യാഖ്യാനം നൽകുകയാണുണ്ടായത്. മുൻ ഭർത്താവിൻ്റെ ഓശാരം പറ്റി എന്നെന്നും ജീവിതം കഴിച്ചു കൂട്ടുവാൻ മാത്രം അന്തസ്സും അഭിമാനവുമില്ലാത്തവളായി സ്ത്രീയെ ഇസ്ലാം തരം താഴ്ത്തിയിട്ടില്ലെന്നതാണ് വസ്തുത. മത്താവ് എന്തായിരിക്കണം, എത്ര വേണമെന്നതിനെ സംബന്ധിച്ച് പ്രത്യേക നിയമമില്ല. മഹർ എത്രയെന്ന് നിശ്ചയിക്കാതെ സ്പർശനത്തിനു മുമ്പ് വിവാഹമോചനം ചെയ്താലുള്ള മത്തായിനെപ്പറ്റി 236 വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നൽകിയ വിശദീകരണം ഇവിടെയും പ്രസക്തമാണ്. പ്രസാധകർ.